2025-26 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കണ്ട എന്നതാണ്. അതിലൊരു 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂട്ടിക്കഴിഞ്ഞ് തീർന്നാൽ 12.25 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടാത്ത അവസ്ഥയാണ് വരുന്ന വർഷം നമുക്ക് നൽകുന്ന വലിയൊരു സന്തോഷകരമായ വാർത്ത. ഇത് തികച്ചും വളരെ ആനന്ദകരമായ കാര്യമാണെന്നുള്ളതിൽ സംശയമില്ല. ഈ ബഡ്ജറ്റിൻ്റെ ഹൈലൈറ്റും അത് തന്നെയാണ്. അതുകൊണ്ടിട്ട് പല പ്രശ്നങ്ങളും ഇതിനകത്തും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്ന ഒരു പ്രശ്നവും കടന്നു വരുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വളർച്ചാ തോത് കുറയുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ 6.2% വന്നാണ് 2024-25 വളർച്ചാ തോത് നിൽക്കാനുള്ളൊരു സാധ്യത. എക്കണോമിക് സർവേ തന്നെ അത് 6.3 തൊട്ട് 6.8% വരെ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് കുറഞ്ഞ ഒരു വളർച്ചാ തോതാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ 8.2% അപേക്ഷിച്ച് കുറഞ്ഞതാണ്. ഈ വളർച്ചാ തോതിൻ്റെ ആശിക്കുന്ന രീതിയിലുള്ള വളർച്ചാ തോത് ലഭിക്കാത്തതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, സ്വകാര്യ നിക്ഷേപവും പൊതുനിക്ഷേപവും കൂടുന്നില്ല എന്നുള്ളത്. ഇതൊരു വശം. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഉപഭോഗം കുറയുന്നു എന്നുള്ളതാണ്. ഉപഭോഗം, പ്രത്യേകിച്ച് മധ്യവർഗത്തിൻ്റെ ഉപഭോഗം വളരെ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നികുതി പരിഷ്കാരം കൊണ്ടിട്ടുണ്ടാകുന്ന ഒരു വലിയ നേട്ടം മധ്യവർഗത്തിൻ്റെ ഉപഭോഗം മെച്ചപ്പെടുമെന്നുള്ളതാണ്. അത് അല്പം വളർച്ചയും കുറച്ചുകൂടി ത്വരിതപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് മറ്റു രണ്ട് കാര്യങ്ങളിലേക്ക് നോക്കാം. നിക്ഷേപമാണല്ലോ വളർച്ചയെ കൂടുതൽ ഉത്തേജിപ്പിക്കേണ്ടത്. നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ സ്വകാര്യ നിക്ഷേപത്തിലും പൊതുനിക്ഷേപത്തിലും ആക്കം കൂട്ടാനുള്ള നടപടികളുടെ എണ്ണം കുറവ് തന്നെയാണ്. പൊതുനിക്ഷേപമാണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. കോവിഡ് കാലത്ത് വളരെ ഉയർന്ന പൊതുനിക്ഷേപമായിരുന്നു. സർക്കാരിൻ്റെ നിക്ഷേപം ഇപ്പോൾ കുറഞ്ഞു. കാരണം ഉയർന്ന ധനകമ്മി കാരണം ഇനി കൂടുതൽ പൊതുനിക്ഷേപം നടത്താനുള്ള അവസ്ഥയിലല്ല. മൂലധന ചെലവ് തന്നെ അതിൻ്റെ വലിയ തെളിവ്. സർക്കാർ നടത്തുന്ന മൂലധന ചെലവെന്ന് പറയുന്നത് 11.1 ലക്ഷം കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ. അതിപ്പം റിവൈസ് ചെയ്ത് 10 പുറത്താണ്, ലക്ഷം കോടി രൂപയ്ക്ക് പുറത്താണ് അതിൻ്റെ മൂലധന ചെലവ്. അപ്പോൾ 11.11 നിന്ന് കുറഞ്ഞു. അപ്പോൾ മൂലധന ചെലവ് ഏതാണ്ട് 3.4% GDP ആണെന്നുള്ളത് 3.2-നും 3-നും ഇടയ്ക്ക് വരുന്ന രീതിയിലായി. 3.2% അല്ലെങ്കിൽ 3.3%. കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 3.5% ആകണമെന്നുള്ളതാണ്. അപ്പോൾ അത് സംഭവിക്കുന്ന സാധ്യതയില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ മൂലധന ചെലവ് കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് പൊതുനിക്ഷേപം കുറയുന്നു. ആ പൊതുനിക്ഷേപത്തിൽ തന്നെ വീണ്ടും സങ്കീർണമായ ഒരു പ്രശ്നമുണ്ട്. 70% പൊതുനിക്ഷേപം പോകുന്നത് 3 മേഖലയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ. ഒന്ന് റെയിൽവേ, മറ്റൊന്ന് ഡിഫൻസ്, പിന്നെ റോഡ്സ്. ഈ 3 മേഖലയിലാണ്. അപ്പോൾ അത് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമവും ഇപ്രാവശ്യം നിർദ്ദേശങ്ങളിൽ കടന്നു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പൊതുനിക്ഷേപത്തെ സംബന്ധിച്ച് നമുക്ക് ആരോഗ്യപരമായി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നില്ല. മറ്റൊന്ന്, സ്വകാര്യ നിക്ഷേപം പറയുമ്പോൾ 15 വർഷക്കാലത്തെ ഏറ്റവും വലിയ പ്രോഫിറ്റ് GDP റേഷ്യോ ആണ് സ്വകാര്യ വ്യക്തികളുടേത്, കോർപ്പറേറ്റുകളുടേത്. എന്നാൽ ഈ ലാഭം പിന്നീട് തിരിച്ചു വരുന്നില്ല, നിക്ഷേപമായിട്ട് തിരിച്ചു വരുന്നില്ല. ലാഭം ഡിവിഡൻ്റായിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ റിസർവ് ക്യാപിറ്റലായിട്ടോ പോകുന്നു. ഇത് അനാരോഗ്യപരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ 6.1% അല്ലെങ്കിൽ 2% വളർച്ചാ തോത് പോകുന്നത്. അപ്പം സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ, MSMEയെ കുറച്ചുകൂടി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് സ്കീം കുറച്ചുകൂടി അധികം സെക്ടറിലേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ള ഒരു ശക്തമായ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് തുകൽ വ്യവസായത്തിലും ടെക്സ്റ്റൈൽ വ്യവസായത്തിലും ചില നിർദ്ദേശങ്ങളുണ്ട്. ഉള്ളത് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. പക്ഷേ അതുകൊണ്ടിട്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളർച്ചാ തോതിൻ്റെ കാര്യത്തിൽ വീണ്ടും ഈ 6.5%-നകത്തുള്ള ഒരു ചുറ്റുവട്ടത്തിനകത്തുള്ള ഒരു വളർച്ചാ തോത് തന്നെ ആകാനുള്ളൊരു സാധ്യതയാണ് വരും വർഷവും ഉള്ളത്. അപ്പോൾ എന്നാൽ കൂട്ടണമെന്നുള്ള ഉദ്ദേശത്തിൽ ഇൻഷുറൻസ് സെക്ടറിലെ നിക്ഷേപം, വിദേശ നിക്ഷേപം 100% ഉയർത്തിയിട്ടുണ്ട്.
വിദേശ നിക്ഷേപം 100%. അങ്ങനെ റിഫോംസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒടുവിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും സങ്കീർണമായ അവസ്ഥ എന്താണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചോദിച്ചാൽ തൊഴിലില്ലായ്മയാണ്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിലുള്ള തൊഴിലില്ലായ്മ. അത് വളരെ 25% പുറത്താണെന്നാണ് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി എടുത്താൽ 29% എന്നാണ് ഒരു കൃത്യമായ കണക്ക് പറയുന്നത്. അപ്പോൾ ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഇപ്പോൾ സ്കില്ലിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്കില്ലിംഗ് നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സ്കില്ലിങ്ങിൻ്റെ ഒരു ഔട്ട്കം എന്താണ് നമുക്കറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയും നടക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് നൽകുന്നില്ല. തൊഴിലവസരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എക്കണോമിക് സർവേ തന്നെ പറഞ്ഞിരിക്കുന്നത് 78.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്ക് പിന്നീട് 2030 വലിയ ഒരു വികസിത രാജ്യമായിട്ട് 2047 നമ്മൾ വികസിത ഭാരതം എന്ന് പറഞ്ഞ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിലേക്ക് എത്താൻ നമുക്ക് കഴിയുള്ളെന്നാണ്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന നിർദ്ദേശങ്ങളില്ല. നമ്മളുടെ പൊതുമേഖലകളായ ഈ SBIയിലും ബാങ്കിങ് സെക്ടർ മൊത്തത്തിലെടുത്താലും മറ്റു പൊതുമേഖലകളിലുമൊക്കെ ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നു. റെയിൽവേ ഉൾപ്പെടെ അനേക ആയിരം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നു. അപ്പോൾ തൊഴിൽ വേണ്ടും വണ്ണം സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒരു ജോബ്ലെസ് ഗ്രോത്ത്, ഒരു ജോബ് ലോസ് ഗ്രോത്ത് ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. എൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ധനകമ്മിയും ഒരു കീറാമുട്ടിയാണ്. ധനകമ്മി ഇപ്പം പിന്നീട് 4.8% എന്ന് പറയുന്നത് വരുന്ന വർഷം 4.4% ആക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വീണ്ടും അത് അതിൻ്റെ അർത്ഥം പൊതുചെലവ് കുറയുമെന്നല്ലേ. ആ പൊതുചെലവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ നമുക്ക് വളർച്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം ഇവിടെ അവശേഷിക്കുന്നു.